നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, നിരന്തരം സംഘിച്ചാപ്പി അടിക്കുന്ന ആളുകൾ. അവരൊക്കെ തന്നെ ഇപ്പോൾ വലിയ അങ്കലാപ്പിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സധൈര്യം മുന്നോട്ട് വന്ന് അഭിമാനത്തോട് കൂടിയിട്ട് അതേടാ സംഘിയാണ്, സംഘി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയൽ തുടങ്ങിയ സമയത്ത് ഈ ചാപ്പയടിക്കാരൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് അഭിമാനത്തോട് കൂടിയിട്ട് ഓരോ ആളുകളും സംഘിയാണ് എന്ന് വിളിച്ചു പറയുന്നത്? വളരെ ലളിതമാണ്. നമുക്ക് ആ വിഷയത്തെ ഒന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കടൽപ്പാലം, അടൽ സേതു കടൽപ്പാലം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വലിയൊരു കടൽപ്പാലം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത്. നമുക്കൊക്കെ തന്നെ അറിയാം, ഒരുപാട് വർഷക്കാലം കോൺഗ്രസ് ആയിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സംവിധാനങ്ങൾ ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ബഹുഭൂരിപക്ഷത്തിലും നമ്മൾ കാണുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പദ്ധതി എന്നാണ് കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ചൈനയിലൊക്കെ ആയിരുന്നു ഇതുപോലെയുള്ള കടൽപ്പാലങ്ങളൊക്കെ നമ്മൾ കാണുന്നതും. ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മുടെ രാജ്യത്തൊന്നും ഇതുപോലെയുള്ള കടൽപ്പാലങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന ആ ഒരു ചിന്തക്കൊക്കെ വിരാമമിട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അതിസുന്ദരമായിട്ടുള്ള ഈ ഒരു കടൽപ്പാലം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ എത്തുമ്പോൾ ചൈനയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അതിവേഗം കുതിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്നല്ലേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? രാജ്യത്ത് എന്തൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പാലത്തെക്കുറിച്ചൊക്കെ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എൻജിനീയറിംഗ് വിസ്മയമെന്നാണ്. ഈ ഒരു പാലത്തിലൂടെ ഈ ഒരു പാലം നിർമ്മിച്ചതോട് കൂടിയിട്ട് കടൽ ജീവികൾക്കോ അതുമായി ബന്ധപ്പെട്ട ദേശാടന പക്ഷികൾക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുനാമിയോ ഭൂകമ്പമോ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ എന്ത് തന്നെ വന്നാലും അതിനെയൊക്കെ മറികടക്കാനുള്ള അത്യാധുനിക ടെക്നോളജിയും ഈ ഒരു കടൽപ്പാലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന അതിസുന്ദരമായിട്ടുള്ള കടൽപ്പാലം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിരന്തരം സംഘികളല്ലേ എന്ന് പറയുന്ന ആ സംഘികളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാളുകളെ സംഘി എന്ന് വിളിച്ചാൽ അവരെങ്ങനെയാണ് പിന്നെ അഭിമാനത്തോട് കൂടിയിട്ട് അതേടാ സംഘിയാണ്, അതേടാ സംഘി ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കുക? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏതൊരാളും ഇപ്പോൾ സധൈര്യം സംഘിയാണ്, അഭിമാനത്തോട് കൂടിയിട്ട് സംഘിയാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നത്. ഈ ചാപ്പയടിക്കാരൊക്കെ മറ്റെന്തെങ്കിലും ഒരു വഴി തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലൊരു അതിസുന്ദരമായിട്ടുള്ളൊരു കടൽപ്പാലം, ചൈനയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഇതുപോലൊരു കടൽപ്പാലം നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു.